പറയാനില്ലാവുള്ളൂ. നമ്മളും എല്ലാം പറഞ്ഞ് നമ്മുടെ മറ്റ് ആളാണ് ഈ ആളാണെന്ന് പറഞ്ഞ് സംഘി എന്ന് പറയുക, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുക. നമ്മൾ നിഷ്പക്ഷമാണ്, ഒരു രാഷ്ട്രീയവും. ഞാൻ അങ്ങനെ ഒരു തൊഴിലെടുക്കുന്ന ആളാണ്. എനിക്ക് എല്ലാവരും ഒരേപോലെ. കോൺഗ്രസ് വന്നാലും നമുക്ക് ഒന്നാണ്, കമ്മ്യൂണിസ്റ്റ് വന്നാലും ഒന്നാണ്, BJP വന്നാലും ഒന്നാണ്. നമ്മുടെ ഓരോ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതൊരു ശരിയായ പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും എല്ലാം ഇപ്പോഴുള്ള നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതൊരിക്കലും ശരിയായ നിലപാടുമല്ല. ആ നിലപാടെന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് നിലപാടാണ്. ആ നിലപാടിനോട് ഈ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല. നമസ്കാരം. മധ്യേഷ്യ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന സമയമാണിത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യം ഇറാനെ ആക്രമിച്ചു. ഇനി ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നതാണെങ്കിലോ ഗൾഫ് മേഖലയിലേക്കാണ്. മലയാളികൾക്ക് ഏറ്റവും അധികം തൊഴിൽ തരുന്ന ഈ മേഖലയിലേക്ക് നടത്തുന്ന ആക്രമണത്തെ ഇറാനെതിരെ ഒന്ന് അപലപിക്കുവാനോ അല്ലെങ്കിൽ ഇറാനെ തള്ളിപ്പറയുവാനോ കേരളത്തിൻ്റെ സർക്കാരോ കോൺഗ്രസോ ഒന്നും തയ്യാറാകുന്നില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയും ഇറാനെയാണ് പിന്തുണച്ചിരിക്കുന്നത്. ഇത് ശരിയായ ഒരു നിലപാടാണോ? അഭിപ്രായങ്ങൾ നമുക്ക് പൊതുജനത്തോട് ചോദിച്ചറിയാം. എന്നാൽ ഗൾഫിനെ തള്ളിപ്പറയുന്ന രീതിയിൽ അവരോട് ഒരു രീതിയിലും അനുകൂലമല്ലാത്ത രീതിയിലുള്ളൊരു സമീപനമാണ് കേരളത്തിനകത്ത് LDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സമീപനം. എന്താണ് ഈ താങ്കൾക്ക്? അല്ല, അതൊരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഗൾഫ് ഒരു പ്രവാസിയാണ്, പഴയ ഒരു പ്രവാസിയാണ്. നമ്മുടെ ഇവിടുത്തെ സഹോദരങ്ങൾ ഗൾഫിൽ പോയി പാടുപെട്ട് കേരളത്തിലേക്ക് അവരുടെ കുടുംബം പോറ്റാനും സർക്കാരിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനും കാര്യങ്ങൾ ചെയ്യാനാണ് അവർ പോയി പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടി തന്നെ നമ്മളെപ്പോഴും കേരളം സംസാരിക്കണം. നമ്മുടെ കേരളം സംസാരിക്കുന്നത് എപ്പോഴും തിരിച്ചാണ് സംസാരിക്കുന്നത്. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നാണ് സംസാരിക്കുന്നത്. അതൊരിക്കലും ശരിയായ നടപടിയല്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് നാളെ അവിടെ നിന്ന് ആൾക്കാർ തിരിച്ചു വരുമ്പോൾ അവർക്ക് കേരളത്തിൽ തൊഴിലും ഇല്ല, ജീവിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ വ്യവസായമുണ്ടോ? എന്തെങ്കിലും നേരെ മാർക്കറ്റ് ഇവിടെ നടക്കുന്നുണ്ടോ? എല്ലാം നടന്നത്. ഇപ്പം തന്നെ ഒരു 10-12 ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ എല്ലാം ഞാൻ പോയ സ്ഥലങ്ങളാണ്. ഫ്രണ്ടിൽ പെയിൻ്റ് അടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യാൻ, അതിനകത്ത് ഒരു കട്ടില, ഒരു മേശ, ഒരു പൂശ് പോലും തീർന്നിട്ടില്ല. അങ്ങനെയാണ് ഉദ്ഘാടനം നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മനോരമ ചാനലിൽ അതായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. എല്ലാം നിരന്ന ഉദ്ഘാടനം. പക്ഷേ ഉദ്ഘാടനത്തിനകത്ത് ഒരുവിധ കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല. നടക്കാതെയാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം കഴുതുകളായതുകൊണ്ട് വീണ്ടും അവർക്ക് വോട്ടിട്ട് നമ്മളവരെ ജയിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മളെക്കാൾ വിവേക ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനില്ലാവുള്ളൂ. നമ്മളും എല്ലാം പറഞ്ഞ് നമ്മുടെ മറ്റ് ആളാണ് ഈ ആളാണെന്ന് പറഞ്ഞ് സംഘി എന്ന് പറയുക, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുക. നമ്മൾ നിഷ്പക്ഷമാണ്, ഒരു രാഷ്ട്രീയവും. ഞാൻ അങ്ങനെ ഒരു തൊഴിലെടുക്കുന്ന ആളാണ്. എനിക്ക് എല്ലാവരും ഒരേപോലെ. കോൺഗ്രസ് വന്നാലും നമുക്ക് ഒന്നാണ്, കമ്മ്യൂണിസ്റ്റ് വന്നാലും ഒന്നാണ്, BJP വന്നാലും ഒന്നാണ്. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ അടുത്തൊക്കെ ഇത് ആരുടെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ ചുമ്മാ സംസാരിച്ച് നമ്മുടെ തൊണ്ടയിൽ വെള്ളം കളയാതുള്ളത് അത്രേ ഉള്ളൂ. അമേരിക്കയാണ് മിക്കവാറും GCC രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ആർമി ബേസ് ഉള്ളത് അമേരിക്കക്കാണ്. അതുകൊണ്ട് ഇറാനെ ചുറ്റും കൂടി നിന്ന് എല്ലാവരും ആക്രമിക്കുമ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നതിൽ തെറ്റു പറയാനില്ല. അല്ല, ഇറാൻ ആക്രമിക്കുന്നത് ആർമി ബേസുകളെയല്ല, മറിച്ച് അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം. അതെ, ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന്, അത് ആർമി ബേസുകളിൽ നിന്ന് ഇത് സൈനികർ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് താമസം മാറ്റിക്കണം. തന്ത്രപരമല്ല. നമ്മളിപ്പോൾ ഇറാനും അമേരിക്ക, ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഇറാൻ ഇതിനിടയിൽ ഗൾഫ് മധ്യേഷ്യൻ രാജ്യങ്ങളെ ആക്രമണം നടത്തുന്നുണ്ട്. നമ്മൾ ഏറ്റവും അധികം മലയാളികൾ ജോലി ചെയ്യുന്നത് ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിലാണ്, ഗൾഫ് മേഖലയിലാണ്. പക്ഷേ ആ ഗൾഫിനോടൊപ്പം നിൽക്കാതെ നമ്മളിപ്പോഴും ഇറാനൊപ്പമാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും. ഇത് ശരിയായ ഒരു രീതിയാണ്. അതൊരിക്കലും ഒരു ശരിയായ പ്രവണതയല്ല. കാരണം നമ്മൾക്ക് അന്നം തരുന്ന രാജ്യത്തോടൊപ്പം ആ രാജ്യത്ത് നമ്മൾ നിൽക്കുകയും നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് ഏത് നിലപാടെടുക്കുന്നു അതാണ് ശരിയായ ഒരു കാഴ്ചപ്പാട്. കേന്ദ്രത്തിൻ്റെ നിലപാട് എപ്പോഴും വളരെ വ്യക്തമായ ഒരു നിലപാടാണ്. അത് ഈ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള ഒരു നിലപാടാണ്. അതിനകത്ത് കേരളമെന്നോ തമിഴ്നാടെന്നോ ഒന്നുമില്ല, വ്യത്യാസമില്ല. കേരളത്തിന് വേണ്ടിയല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നത്. ആ കേന്ദ്ര സർക്കാരിൻ്റെ ഒപ്പം നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. അത്തരമൊരു നിലപാട് ശരിയായ രീതിയല്ല. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും എല്ലാം ഇപ്പോഴുള്ള നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതൊരിക്കലും ശരിയായ നിലപാടുമല്ല. ആ നിലപാടെന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് നിലപാടാണ്. ആ നിലപാടിനോട് ഈ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല. ഈ ഗൾഫ് മേഖലയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമ്പോൾ നാളെ ഈ മലയാളികൾ മുഴുവൻ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ തൊഴിലില്ലായ്മയും മറ്റ് പ്രശ്നങ്ങളും എല്ലാം
ഒരുപാടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ആ രാജ്യത്തോടൊപ്പം നിൽക്കുകയും കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങളിൽ അതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംയുക്ത യുദ്ധം നടക്കുന്നു. ഇതിനിടയിൽ ഇറാൻ ആക്രമിച്ചത് ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം മലയാളികൾ ജോലിയുള്ളത്. പക്ഷേ ആ ഗൾഫ് രാജ്യങ്ങളെ കേരളത്തിൽ നിന്ന് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ സർക്കാരുകൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ പിന്തുണയ്ക്കാതെ ഗൾഫ് രാജ്യങ്ങളെ പിന്തുണയ്ക്കാതെ ഇറാനെയാണ് പിന്തുണയ്ക്കുന്നത്. ശരിയായൊരു നിലപാടാണ് അത്. ശരിയായ നിലപാടല്ല. പിന്നെ ഈ കേരളത്തിലെ കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റിനെ മാത്രം ഞാൻ ആശ്രയിക്കുന്നില്ല. ഈ 10 വർഷം കൊണ്ട് ഇന്ത്യയാക്കിയതും ഇന്ത്യക്കാരായ ജനങ്ങൾ ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള സുരക്ഷിതത്വം മോദി സർക്കാർ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാർ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. അത്യാസന്ന നില വന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല യുദ്ധവിമാനങ്ങളുണ്ട്. അതിലായാലും ശരിയാണ് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് ഇന്ത്യക്കാർ എവിടെ പോയാലും ഏത് അന്തർവാഹിനി കപ്പലിലായാലും ശരി അവർക്ക് പേടിക്കേണ്ടത് ഒരു കാര്യവും ഇല്ല. ഇപ്പം തന്നെ നമ്മുടെ ഒരു അന്തർവാഹിനികൾ ഇപ്പം ആന്ധ്രാപ്രദേശിൽ പണിതുകൊണ്ടിരിക്കുകയല്ലേ. ഏതെല്ലാം സിറ്റുവേഷൻ വന്നാലും ഒരു ചൈനക്കാരോ പാകിസ്ഥാനികളോ ഒന്നും നമ്മുടെ ആ തുരങ്കങ്ങൾ കണ്ടുപിടിക്കാനൊക്കത്തില്ല. അതേപോണക്കാണ് ഒരു കുന്ന് ഇടിച്ച് നിരത്തി പണിതുകൊണ്ടിരിക്കുന്നത്. അത് ഭൂമിക്കടിയിൽ അങ്ങനെ വേണം. അതാണ് ചങ്കൂറ്റുള്ള പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനും എങ്ങും ഒന്നും പേടിക്കേണ്ടുന്ന കാര്യമില്ല. ഏത് രാജ്യത്തായാലും അവർ സുരക്ഷിതരായിട്ട് തന്നെ നിലനിൽക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഇല്ല ഒരു എല്ലിന് വേണ്ടി കടി കൂടുന്ന ഏർപ്പാടാണ് കാണിക്കുന്നത്. അവർക്ക് മന്ത്രി കസേരകൾ വേണം, അതേ ഉള്ളൂ. രാജ്യത്തിൻ്റെ നിലപാട് അവർക്ക് വിഷയമേ അല്ല. തൊഴിൽ തരുന്ന രാജ്യത്തോടൊപ്പം നിൽക്കുന്നു എന്നിരുന്നാലും ശരി തന്നെ തൊഴിൽ തരുന്ന ഗൾഫ് മേഖലയാണ്. ആ ഗൾഫിലെ നമ്മുടെ മലയാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ ഉൾപ്പെടെ ഗൾഫിലാണ്. പക്ഷേ എപ്പോഴും നമ്മൾ വിളിക്കുന്നുണ്ട്, അവർക്കൊരു കുഴപ്പവുമില്ല. എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ അവർക്ക് അടുത്ത് പറയും, നിങ്ങൾ ഇന്ന് പുറത്തിറങ്ങരുത്, റൂമിൽ തന്നെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ സുരക്ഷിതരാണ്. 100% സുരക്ഷിതരാണ് അവർ. മധ്യേഷ്യയിൽ യുദ്ധം നടക്കുകയാണ്. മധ്യേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ, അമേരിക്കയുടെ സംയുക്ത സൈന്യം ആക്രമിക്കുന്നു. ഇറാൻ തിരിച്ചാക്രമിക്കുന്നത് മധ്യേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയാണ്, അതായത് ഗൾഫ് രാജ്യങ്ങളെയാണ് ആക്രമണം നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ ഏറ്റവും അധികം തൊഴിലെടുക്കുന്ന ഇടങ്ങളാണ്. അത്തരം ഇടങ്ങളെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇറാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ശരിയായ ഒരു രീതിയാണ്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു ശരിയായ രീതിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ശരിയായ രീതിയല്ല. കാരണം നമ്മുടെ കേരളീയർക്ക്, പ്രത്യേകിച്ചും ഗൾഫ് നാട്ടിലെ പ്രവാസികളെ ഒരുപാട് കേരളീയരെ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് പ്രവാസി ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതൊരു ശരിയായ പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ശോചനീയമായിട്ടുള്ളൊരവസ്ഥയായിരിക്കും ഇനി നമ്മൾ നേരിടാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയായ നിലപാടായിട്ട് തോന്നുന്നില്ല. കേരള സർക്കാരും കോൺഗ്രസ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇറാനൊപ്പമാണ്. നമുക്ക് തൊഴിൽ തരുന്ന ആൾക്കാർക്കൊപ്പം നിൽക്കുന്നില്ല. ശരിയായൊരു നിലപാടാണോ തെറ്റായ നിലപാടാണോ? സ്വാഭാവികമായിട്ടും നമ്മൾ ഗൾഫ് രാജ്യങ്ങളുടെ കൂടെയാണ് നിൽക്കാനുള്ളത്. പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ മറ്റേ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യില്ല. എന്താണെന്നുള്ള കാര്യം വിശദമായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന ആളുമല്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കേട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഗൾഫ് രാജ്യങ്ങളാണ് നമുക്ക് ജോലി തരുന്നത്, അപ്പോൾ നമുക്ക് അവിടെയാണ് സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്ക് തോന്നും. പക്ഷേ ഇതിനകത്തിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പറയാനായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കരമായിട്ടുള്ള രീതി സംസാരിക്കാൻ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ തൊഴിൽ നിർത്തി ഇവിടെ വരേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തൊഴിലവസരങ്ങൾ വേണ്ടത്രയുണ്ടോ? അല്ല, ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ ഓൾറെഡി നമ്മളെ കേരള സർക്കാർ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ജോലി നിർത്തി പറഞ്ഞവർക്ക് ഇവർ ജോലി എടുക്കട്ടെ. അല്ലാതെ ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാണ്, ഇവർ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മറ്റേ സ്ഥലത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജോലി നിർത്തി വരികയാണെങ്കിൽ അങ്ങനെ ജോലി നിർത്തി പറഞ്ഞവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കട്ടെ. നമുക്ക് തൊഴിൽ തരുന്ന, അന്നം തരുന്ന ഗൾഫ് മേഖലയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം ഇറാനൊപ്പം, അതായത് മതം നോക്കി 4 വോട്ടിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഈ ശൈലി അപ്പാടെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് പൊതുജനം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society.
HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.